ഹൈ ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ്. ഇന്നൊരു ഇഫ്താർ വ്ളോഗാണ് കേട്ടോ. നോമ്പ് 19 ഞങ്ങൾ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അധികമൊന്നും ഉണ്ടാക്കിയില്ല, ഞങ്ങൾ എന്തോ ഒരു ഐറ്റമാണ് ഉണ്ടാക്കാറ്. ഇന്ന് മോമോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട്സും ജ്യൂസും ഈത്തപ്പഴം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ നോമ്പ് തുറക്കുമ്പോഴുള്ള വിഭവങ്ങൾ. ഇന്ന് മോമോസാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് മോമോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ റെസിപ്പി വേറെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നീട് ഉണ്ടാക്കുമ്പോൾ. ഇത് ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. ഷേപ്പൊന്നും കറക്റ്റ് ആയില്ല, എന്തെങ്കിലും എന്തൊക്കെയോ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ടേബിളിൽ എത്തിയിട്ടാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കാനായതിന് ഒരു തിക്കും തിരക്കാണ് ആ സമയത്ത്. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ബാങ്ക് വിളിക്കും. അപ്പൊ തന്നെ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടല്ലോ, അതൊക്കെ ഫ്രീയാ, നമുക്കും കഴിക്കാം. അയ്യോ, അതൊക്കെ മോശമല്ലേ? മോശമാണ്. എന്നാ സാർ ഒരു കാര്യം ചെയ്യും, വല്ല സ്റ്റാർ ഹോട്ടലെങ്ങാനും പോയി കഴിക്കും. കഴിക്കും. അപ്പൊ നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കി മോമോസിൻ്റെ റെസിപ്പി കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ആദ്യം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ ഉരുളകൾ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. പരത്തിയതിൽ സാധാരണ നമ്മൾ സമൂസക്കും കട്ട്ലറ്റിലൊക്കെ വെക്കുന്ന മസാലയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. മോമോസിൻ്റെ മസാല വേറെ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ ചെയ്ത് നോക്കിയതാണ്. സാധാരണ നമ്മളെ മറ്റേ ചിക്കൻ മസാല അല്ലേ സമൂസക്കും കട്ട്ലൈറ്റിലൊക്കെ ഉണ്ടാക്കണേ, ആ മസാല വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊന്നും അത്ര കറക്റ്റൊന്നും ആയിട്ടില്ല, എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പരത്തിയതും ഞാനിതുപോലെ മസാല വെച്ചിട്ട് ഒരു 2 തരം ഷേപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യം ഞാൻ ഷേപ്പ് കാണിച്ചു തന്നില്ല, അത് ഇതൊന്നും ഇതുപോലെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്റ്റീം ചെയ്യുന്ന പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മോമോസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണു. ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.